Hello, welcome to market discussion of the day. Today, June 24, 2025, Tuesday ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആഴ്ച മാറി നിൽക്കണം എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡേ ആണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ ബേസ് ചെയ്ത് കലണ്ടർ ബേസ് ചെയ്തിട്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡേ ആണ്. സോ ഇന്നലെയും നമ്മൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. കാരണം വാറിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയില്ല. കാരണം എങ്ങോട്ട് മാർക്കറ്റ് പോകും എന്നറിഞ്ഞില്ല. പല ആൾക്കാരും വിചാരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന്. പല ആൾക്കാരുടെയും പൊസിഷൻസ് മുകളിലുണ്ട്. പക്ഷേ ഇന്ന് ബേസിക്കലി കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് ഇന്ത്യൻ ടൈമിംഗ് രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് സമയത്തും ഒരേ കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ, സീരിയസ് ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാരിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നമ്മളുടെ പെയ്ഡ് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ജൂലൈ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന അഡ്വാൻസ്ഡ് ലെവൽ കോഴ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഓൾറെഡി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് കഴിഞ്ഞു. സോ എന്താണെന്ന് പറഞ്ഞതെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് GBPയിലൊന്നും വലിയൊരു മാറ്റമൊന്നും അതിനുശേഷം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് UK ടൈമിംഗ് ഉച്ചയ്ക്ക് 2 മണിക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്. അതിനുശേഷം 3 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് വീണ്ടും ഉണ്ട്. ഫെഡ് ചെയർ പവൽ ടെസ്റ്റിമോണി ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എന്തെങ്കിലും കാര്യം US ഡോളറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക US ഡോളർ താഴോട്ട് വാല്യൂ കുറയാനായിട്ടുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗോൾഡൊക്കെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. തിരിച്ചാണെങ്കിൽ ഗോൾഡ് താഴോട്ടും പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂടെ സെയിം ടൈമിങ്ങിൽ CV കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സും ഉണ്ട്. ഓക്കെ, സോ ഇത് 3 മണി എന്ന് പറയുമ്പം ഇന്ത്യൻ ടൈമിംഗ് ഏകദേശം 7:30 മണിയാണ്. അതിന് മുന്നേ എങ്കിലും മാർക്കറ്റിൽ നിന്ന് പൊസിഷൻ എടുത്തിട്ടുള്ള ആൾക്കാർ അതിന് മുന്നേ എങ്കിലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, പക്ഷേ നമുക്ക് നാളെ ഫുള്ളി നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ട്രേഡുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് നാളത്തെ പ്രത്യേകത. ഓക്കെ, കാരണം ന്യൂ ഹോം സെയിൽസും ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും പിന്നെ ഫെഡ് ചെയർ പവലിൻ്റെ ടെസ്റ്റിമോണി ഉണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. അത് ഒരുപാട് ന്യൂസുകൾ ഇല്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് നാളെ ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മൾ JPYയിലോട്ട് പറയുമ്പോൾ JPY ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്. 148 റെസിസ്റ്റഡ് ആവും. അവിടുന്ന് താഴോട്ട് മാർക്കറ്റ് പോകും. നിങ്ങൾ നോക്കിയാൽ 148 നിന്ന് ഓൾമോസ്റ്റ് ഒരു 300 പിപ്പോളം താഴെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേഡ് എടുക്കണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മാർക്കറ്റിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല. വാറുകൾ നടക്കുന്നുണ്ട്. വാറിൻ്റെ എന്താവും വാർ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനൊരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, സോ എന്നിരുന്നാലും ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. ഞാൻ പറയുന്ന ബെറ്റർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ JPYയുടെ ആ ഒരു റേഞ്ച് ബേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ വാറിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള വാറിൻ്റെ കാര്യം. ഇന്നലെ രാത്രി ഡൊണാൾഡ് ട്രംപ് ഓൾറെഡി സീസ് ഫയർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീസ് ഫയർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സീസ് ഫയർ അനൗൺസ് ചെയ്തപ്പോൾ ആണ് മാർക്കറ്റ് ഗോൾഡിൻ്റെയൊക്കെ ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് മാർക്കറ്റ് 3366 നിന്ന് ഇന്ന് ഓപ്പണിംഗ് ക്യാൻഡിൽ എത്രയായിരുന്നു? 3360 ഇതായിരുന്നു ഓപ്പണിംഗ് ക്യാൻഡിൽ. 68 69 റേഞ്ചിൽ നിന്ന് താഴോട്ട് പോയി 3335 വന്നു. 32 റേഞ്ചിൽ വന്ന് തിരിച്ച് മുകളിലോട്ട് പോയി 58 വരെ വന്നിട്ട് തിരിച്ച് താഴോട്ട് 3315 റേഞ്ചിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലേ? സോ അത് എന്താ പറയുക, എങ്ങനെ അത് സീസ് ഫയർ അനൗൺസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇറാനും ഇസ്രായേലും
ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇറാൻ ആ ഒരു സീസ് ഫയർ അംഗീകരിച്ചു എന്നുള്ളൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടിട്ടൊക്കെയാണ് ആക്ച്വലി ഞാൻ മാർക്കറ്റ് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. ഓക്കെ, സോ ഗോൾഡിൻ്റെ കാര്യവും സപ്പോർട്ടും റെസിസ്റ്റൻസും എവിടെ പോകും, എവിടെ വരെ പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗോൾഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ JPY നമ്മളിപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 145.017. ഓക്കെ, സോ JPYയുടെ റേഞ്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 142 to 148 ആയിരിക്കും ഈ വീക്കിൽ ഉണ്ടാവുക. നമുക്ക് 144 to 146 എന്ന് പറയുന്നൊരു ഷോർട്ടർ റേഞ്ചിലോട്ട് മാർക്കറ്റ് മാറുമോ എന്നുള്ളൊരു കാര്യം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം വെയിറ്റ് ചെയ്തിട്ട് നാളെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ് നിങ്ങൾക്ക്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 142 മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പ്രോപ്പർ ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു എൻട്രി. JPYയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 142 അവിടുന്ന് ഉള്ളൊരു ബൈ ആയിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു എൻട്രി എന്നുള്ളതാണ്. ഓക്കെ, നേരെ നമ്മൾ നമ്മുടെ യൂറോയിലോട്ട് പോകുമ്പോൾ യൂറോ 1.15950 ലോങ്ങർ ടേം അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ റെസിസ്റ്റ് ചെയ്ത് 1.1600 വേണമെന്നുള്ള ആൾക്കാർക്ക് ഓക്കെ ഇന്ന് ട്രേഡ് ചെയ്യരുത്. ഓക്കെ, വേണമെന്ന് ഷോർട്ട് ടേമിലാണ് ഒരു 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുന്ന ഉറപ്പുള്ള ആൾക്കാർക്ക് 10 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്ക് UK ടൈമിംഗ് 10 മണിക്ക് ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്തും 1.1600 ക്രോസ് ചെയ്ത് മുകളിലോട്ട് ഒരു 1 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടുന്ന് ഒരു സെല്ല് എടുത്ത് മുന്നോട്ട് പോകാം. സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്തായാലും വേണം. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡാണ്, ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടിട്ട് 1.1660 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. അത് നിർബന്ധമായിട്ട് പാലിച്ച് പോകേണ്ട കാര്യമാണ്. ഓക്കെ, നേരെ മറിച്ച് താഴോട്ട് പോയാൽ 1.1500 അവിടെയും നമുക്കൊരു ബൈ പോയിന്റ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1.1450 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ലോങ്ങർ ടേമിലോട്ട് അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ നമുക്കൊരു നല്ലൊരു ബൈ ഉള്ളത് 1.1300 ആണ്. ഓക്കെ, നമ്മൾ നേരെ GBPയിലോട്ട് പോകുമ്പോൾ GBP 1.3592 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെ മാർക്കറ്റ് 1.3400 ഒക്കെ താണ്ടി താഴെ പോയി. 1.3380 മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ ഏറ്റവും ലോ എന്ന് പറയുന്നത് 1.33715 ആണ്. അതിനുശേഷം മാർക്കറ്റ് റിക്കവർ ആവുകയും ഇന്ന് ഓൾമോസ്റ്റ് ഒരു 100-140 പിപ്പോളം മുകളിലോട്ട് പോയി 1.3593 എന്ന് പറയുന്ന റേഞ്ചിൽ മാർക്കറ്റ് എത്തുകയും ചെയ്തു. 140 അല്ല 240 ഓളം എന്താ പറയുക പിപ്പ് മുകളിലോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മളെ GBPയിലുള്ള കാര്യം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു GBP നമുക്ക് ഏറ്റവും ലോവർ പോയിന്റ്സ് എല്ലാം നല്ല ബൈ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം. പക്ഷേ എന്നിരുന്നാലും ഇന്നലെ നമ്മൾ മാറുന്നത് സേഫായിട്ട് തന്നെ മാറി നിന്നുള്ളൊരു നല്ലൊരു കാര്യം തന്നെയാണ്. സോ ഇന്ന് നമുക്ക് GBP നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്ക്ലി ബേസിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു റേഞ്ച് ബേസ് നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി ഓടുന്നൊരു ഓട്ടം ഓടിക്കഴിഞ്ഞു. 250 പിപ്പ് എന്ന് പറയുന്നത് GBPയിലുള്ള ഒരു വീക്ക്ലി ഓട്ടം തന്നെയാണ്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ 1.3600 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ആവുകയും ഇവിടുന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലുമാണ്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും വേണമെന്നുള്ള ആൾക്കാർക്ക് 1.3600 അവിടുന്ന് ചെറിയൊരു സെല്ല് എടുക്കാം. ഷോർട്ട് ടേം എൻട്രി 40 to 50 പിപ്സിൻ്റെ എൻട്രി ആയിരിക്കണം അത്. ഓക്കെ, അതിനുള്ളിൽ മാർക്കറ്റിൽ നിന്ന് ആ ഒരു പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യണം. 1.3660 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുകയും ചെയ്യണം. ഓക്കെ, താഴെ വന്ന് കെട്ടിക്കഴിഞ്ഞാൽ 1.3300 ഒരു ലോങ്ങർ ടേം ബൈ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് 1.3800 വരെ നമുക്ക് ആ ഒരു ടേക്ക് പ്രോഫിറ്റും നോക്കാവുന്നതാണ്. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് എന്തൊക്കെയോ കാണിക്കുകയാണ്. എന്താണെന്നൊരു പിടിയില്ല എനിക്ക്. തൽക്കാലം ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക.
ഓക്കെ. സപ്പോസ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3330 എന്ന് പറയുന്നത് ഒരു നല്ലൊരു റേഞ്ചാണ്. ഉറപ്പായിട്ടും മാർക്കറ്റ് 3330 ഒരു വട്ടം സപ്പോർട്ട് ചെയ്തു. ഓക്കെ, 3332 വരെ മാർക്കറ്റ് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയി. ഓൾമോസ്റ്റ് നല്ലൊരു പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് 200-250 പിപ്പോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതിനുശേഷം വീണ്ടും 3330 സപ്പോർട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമുക്ക് യൂറോപ്പ് ഓപ്പൺ ആയത് 3330 മുകളിലാണ്. ഓക്കെ, ഇപ്പോൾ നിൽക്കുന്നത് 3315 വരെ മാർക്കറ്റ് പോയിട്ടുമുണ്ട്. ഓക്കെ, സോ 3330 അവിടുന്ന് ബൈ ചെയ്യണം എന്നുള്ള ആൾക്കാർ ഷോർട്ടർ ടേമിൽ 3324 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണമെന്നും ലോങ്ങർ ടേമിൽ 3315 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണമെന്നാണ് ഞാൻ പറഞ്ഞത്. 15 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ള ആൾക്കാർക്കൊന്നും ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും അടുത്ത അവർ, ഓക്കെ, 2:30 മണി ഇന്ത്യൻ ടൈമിംഗ് 2:30 മണി ഏഷ്യ ക്ലോസിംഗ് ക്യാൻഡിൽ 3330 മുകളിലാണെങ്കിൽ വേണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം, ഇന്ന് ഞാൻ ട്രേഡിംഗ് ഒരു കാരണവശാലും ഞാൻ പറയുന്നില്ല, വേണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം 3330 മുകളിൽ ബൈ എടുത്ത് 3315 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഒരു ബൈ ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഉച്ചയ്ക്ക് വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് ഇന്ത്യൻ ടൈമിംഗ് ഒരു 6 മണിക്ക് മുന്നേ എങ്കിലും മാർക്കറ്റിൽ നിന്ന് മാറണം. US ഓപ്പൺ ആവുന്നതിന് മുന്നേ എങ്കിലും മാർക്കറ്റ് മാറണം. കാരണം US ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും മാർക്കറ്റ് പോകും, എന്ത് വേണമെങ്കിലും സംഭവിക്കാം മാർക്കറ്റിന്, അല്ലേ? സോ അതുകൊണ്ടിട്ട് മാറുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് എന്ന് ഉള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ഒരു സപ്പോർട്ട്, നമ്മളുടെ ഗോൾഡിലുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3280 എന്ന് പറയുന്ന സോളിഡ് സപ്പോർട്ടാണ്. ഓക്കെ, അവിടുന്ന് നമുക്ക് പയ്യെ ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് ഗോൾഡിലുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അവിടെ നിന്ന് എന്തായാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ ലിമിറ്റ് ഇട്ട് വേണമെങ്കിൽ 3380 വെക്കാം. 3360 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടിയും വരും എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. തൽക്കാലത്തേക്ക് എനിക്ക് പറയാനായിട്ടുള്ളത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. നമുക്ക് നാളെ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, കാരണം ഇന്ന് എന്താ പറയുക, സപ്പോസ് നമ്മളൊരു സെല്ലിലോട്ട് പോകാമെന്ന് വിചാരിച്ചോ, ഈ സീസ് ഫയർ ബ്രേക്ക് ചെയ്ത് ആരെങ്കിലും ഒരു ബോംബ് ഇട്ടാൽ തീരാവുന്നതേ ഉള്ളൂ, മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഓക്കെ, സീസ് ഫയർ അംഗീകരിച്ചു, ഇപ്പം എന്താ പറയുക, ഇസ്രയേലും സീസ് ഫയർ അംഗീകരിച്ചു, ബോംബുകളൊന്നും ഇടുന്നില്ല, മാർക്കറ്റ് താഴോട്ട് പോകും. അതിൻ്റെ കൂടെ ഫെഡ് ചെയറിൻ്റെ പവലിൻ്റെ സ്പീച്ചും ഉണ്ട്. സ്പീച്ചിനകത്ത് എന്തെങ്കിലും പുള്ളിക്കാരൻ വിളിച്ച് പറയുകയാണ്, എന്താണ്, ഫോർ എക്സാമ്പിൾ US മാർക്കറ്റിന് കുഴപ്പമൊന്നുമില്ല, കഴിഞ്ഞ വട്ടം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കഴിഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ്റെ സ്പീച്ചിൽ പറഞ്ഞതിന് ശേഷമാണ് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോയത്. അല്ലെങ്കിൽ 3400 ബ്രേക്ക് ചെയ്യാതെ താഴെ തന്നെ നിൽക്കുന്നത് അതിൻ്റെ പേരിൽ ആണെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ വോർ നടന്നിട്ട് പോലും 3400 ബ്രേക്ക് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്, അല്ല? അപ്പോൾ ആ ഒരു സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് തൽക്കാലം മാറി നിന്നിട്ട് നാളെ നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ആ ഒരു സ്പീച്ചിൻ്റെ എന്താ പറയുക, എഫക്റ്റ് നാളെയും US മാർക്കറ്റ് ഓപ്പൺ ആകുമ്പം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടെ കൺസിഡർ ചെയ്ത് ചെറിയ ലോട്ടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് നല്ലതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ ആവണമെങ്കിൽ ഉറപ്പായിട്ടും പല ആൾക്കാരിലോട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഒക്കെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.